ശ്രീ പി ജയരാജൻ, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയായിട്ടുണ്ടായിരുന്ന അവരുടെ ഒരു കൂട്ടുകെട്ടിനെ പറ്റി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചിരുന്ന പാർട്ടിയാണ് CPM. ഏറ്റവും രൂക്ഷമായ വിമർശനമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വീണ്ടും ശ്രീ AK ബാലനും അടക്കമുള്ളവരൊക്കെ അത് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ വിമർശിക്കാൻ CPM-ന് എന്താ അർഹതയാണുള്ളത്? അവർക്ക് കിട്ടാവുന്ന എല്ലാ വോട്ടും സംഭരിക്കുകയല്ലേ? ഓരോ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളെയും ഓരോ പാർട്ടിയുടെ നിലപാടിനെ സംബന്ധിച്ചും വിമർശിക്കും. അത് സ്വാഭാവികമാണ്. അന്ന് കോൺഗ്രസ് ചെയ്തിരിക്കുന്ന ചില നിലപാടുകളും അവർ പറയുന്ന കാര്യങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ടാകുമ്പോൾ അവരോട് പറയും, നിങ്ങൾ പറയുന്നത് ഇതാണ്, പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ഇതാണ്. അങ്ങനെ വിമർശനം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിനതിൽ ഇത്ര അത്ഭുതപ്പെടാനുള്ളത്? അന്ന് വിമർശിച്ചിട്ടുണ്ടാകും, അന്ന് രൂക്ഷമായ വിമർശനം നടത്തിയിട്ടുണ്ടാകും. അല്ല, ഇതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP-യുമായിട്ട് ഡീലുണ്ട് എന്നൊരു ആരോപണം പ്രതിപക്ഷ നേതാവും മറ്റു കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങളുടെ 10 കൊല്ലം ഇതാണെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്നവരും BJP-യുടെ ഡീല്, SDP-യുടെ ഡീല്, ഇതൊക്കെയാണ് ചർച്ചയാവുന്നത്. അതായത് ഇടതുപക്ഷം വീണ്ടും കേരളത്തിലേക്ക് അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ തിളക്കമാർന്ന വിജയത്തിന് മങ്ങലേൽപ്പിക്കാൻ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചാരവേലയാണിത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം പറയാം. കോൺഗ്രസും BJP-യും ഡീല് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു 2 മാസമായിട്ടില്ലല്ലോ ഹരിയാന രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. എങ്ങനെയാണ് ഹരിയാനയിൽ രാജ്യസഭയിലേക്ക് BJP തിരഞ്ഞെടുക്കപ്പെട്ടത്? കോൺഗ്രസ് MP-മാർ കൂറുമാറി വോട്ട് ചെയ്യാഞ്ഞിട്ടല്ലേ? അതുകൊണ്ട് ജയിച്ചു വന്നു. നിങ്ങൾ നോക്ക്, ഡൽഹിയിലുള്ളൊരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. പിന്നെ ഇപ്പോൾ അവർ പഞ്ചാബിലൊക്കെ അവർ സ്വാധീനം നേടിയിട്ടുണ്ട്. കേജ്രിവാളിൻ്റെ പാർട്ടി ആം ആദ്മി. ആ പാർട്ടി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിരുന്നോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ED അധികാര ദുർവിനിയോഗം നടത്തി ഒരു മുഖ്യമന്ത്രിയല്ലേ പിടിച്ചുകൊണ്ടുപോയി ജയിലിനകത്തിട്ടത്? എത്ര ക്രൂരമായ നടപടിയായിരുന്നു! അവിടുത്തെ ഒരു സംസ്ഥാന മന്ത്രിയല്ലേ പിടിച്ചുകൊണ്ട് ജയിലിനകത്തിട്ടത്? എത്ര തെറ്റായ നിലപാടായിരുന്നു! കോൺഗ്രസ് ആരോടൊപ്പമായിരുന്നു? ആ BJP-യോടൊപ്പമായിരുന്നു. കേജ്രിവാൾ ശക്തമായ BJP വിരുദ്ധ നിലപാട് സ്വീകരിച്ച, RSS വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടിയായിരുന്നു, ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിനെതിരായിരുന്നു കോൺഗ്രസ്. അതിനുശേഷം അദ്ദേഹം ജയിലിൽ വെച്ച സംസ്ഥാന ഭരണം നിർവഹിച്ചത്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് എത്രമാത്രം അപമാനകരമായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. ശരി, മാതൃഭൂമി ന്യൂസ് ഇലക്ഷൻ ബസ് യാത്ര തുടരുകയാണ്. EP ജയരാജനാണ് സംസാരിക്കുന്നത്.